സ്ലാബ് പൊട്ടിയതാ, ടയറും സ്റ്റക്കായി. എങ്ങോട്ടാ? ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അങ്ങോട്ട് പോയ വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. മായ, അയാളെ നേരത്തെ പ്ലീസ് നിർത്ത പ്ലീസ്. വണ്ടി നിർത്താൻ ഇങ്ങോട്ട് വാ. നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. പോകുന്ന വഴി ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അതിനെന്താ മക്കളെ, കേറിക്കോ. തുറന്നു കൊടുക്കുന്നേ. ഞാൻ ട്രേസ്യ, കെട്ടിയോനാ ചാർലി. ഞാൻ മായ. ഐ എം സത്യ. ഹസ്ബൻഡ് അല്ലേ? അതെ, പുള്ളിക്കാരൻ വക്കീല. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. അതിനെന്തുവാ പറയുന്നേ? മാഡ് ഫോർ ഈച്ച് അതർ ഇല്ലയോ? ആഹാ, ക്രിസ്ത്യാനികളോ? ഇല്ലയോ? ഞങ്ങള് കത്തോലിക്കരാ. നിങ്ങളോ? ഓ, ഞാൻ കാത്തലിക്കാ. ചേട്ടൻ മതം മാറി കെട്ടിയതാന്നോ? മേനോന. അപ്പൊ വീട്ടുകാരൊക്കെ? ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഈ കാർന്നോമാരുടെ പണക്കമൊക്കെ ചുമ്മാതാ. ഒരു കുഞ്ഞിക്കാലി കണ്ട എല്ലാം അങ്ങ് തീരും. ആ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല ആൻറ്റി. അതെന്ത് പറ്റി? ചേട്ടന് ചെറിയൊരു പ്രശ്നമുണ്ട്. ആരോടെങ്കിലും പറഞ്ഞ മനസ്സിന് അത്ര ആശ്വാസം. സാറില്ല. സോറി. മോള് വിഷമിക്കാതെ. മോൻ ഡോക്ടർമാരെ ഒന്നും കണ്ടില്ലയോ? കണ്ടു. ഡോക്ടർ പറഞ്ഞത് ടെൻഷൻ കാരണമാണ്. വക്കീലല്ലേ, വല്ലാത്ത സ്ട്രെസ്സുള്ള ജോലിയാ. വീട്ടിൽ വന്നാലും ഓ, പട്ടണത്തിലെ ജീവിതം അല്ലയോ? പുകയും മാലിന്യവും. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ജോലി തിരക്കൊക്കെ ആയിരിക്കും പ്രശ്നം. അതും പോരാത്തതിന് 24 മണിക്കൂർ മറ്റേ കുന്ത്രാണ്ട തണ്ട പോക്കറ്റിനകത്തല്ലയോ മൊബൈലേ. പിന്നെങ്ങനാ? അല്ല, ഇപ്പൊ ഈ വഴിക്ക് നല്ല കാറ്റ്, മരങ്ങൾ, ലോങ് റോഡ്സ്. കുറെ കാലമായി ഇങ്ങനൊരു ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ട്. ടൈം കിട്ടാറില്ല. അതേതായാലും നന്നായി. ഇവിടുത്തെ കാറ്റ് കൊള്ളുമ്പോ ആളങ്ങ് ഉഷാറായിക്കോളും ഇല്ലയോ? പിന്നല്ലാതെ. അതാണ് എന്റെ പ്രതീക്ഷ. മോൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വാ, നമുക്കൊന്ന് വീട്ടിൽ കയറി ചങ്ങ് പോവാം. അല്ല, ഞങ്ങളുടെ കാർ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട്. അയ്യോടി, അതിനെന്തിനാ ഇപ്പൊ ആരെങ്കിലും? അതൊക്കെ എഴുതോ നോക്കിക്കോളും. ഞങ്ങളുടെ മോനാ. ലെറ്റ്സ് ഗോ.
അമ്മച്ചി. ആ എടാ ദാ ഇവര് നമ്മുടെ വിരുന്നുകാരാ. ഇത് സത്യ വക്കീല, ഇത് പുള്ളിക്കാരന്റെ കെട്ടിയോള്. പേര് എന്നതാ മോളെ പറഞ്ഞേ? മായ. ആ മായ. അതെ ഞങ്ങള് ചന്തേന്ന് വരുന്ന വഴിക്ക് കണ്ടതാ. ഇവരുടെ വണ്ടി ഏതാണ്ട് ഏനക്കാടായിട്ട് റോഡിൽ കിടക്കുക. നീ ഒന്ന് നോക്കിക്കേ. വാ. നമ്മുടെ കയറി വരുന്ന വളവിലൊരു സ്ലാബ് പൊട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഓക്ക് വേണോ? ഞാൻ എടുത്തു തരാം. ഇങ്ങോട്ട് വാടാ. അയ്യോ ഇതെന്തോ ഈ കയ്യേല് എന്നാ പറ്റിയതാ? അല്ല ഈ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പൊ എന്തോ ചെയ്യാനൊരു ധൈര്യം തോന്നി. ആത്മഹത്യ ചെയ്യാൻ ഒരു നിമിഷത്തെ ധൈര്യം മതി മോളെ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നേരിടുമെന്ന് തീരുമാനിക്കുന്നതിലാണ് ചങ്കൂറ്റം. വെറുതെ ഉപദേശിക്കാൻ ആർക്കും പറ്റും. ആ സിറ്റുവേഷനിൽ പെട്ടാലേ അറിയൂ അതിന്റെ വിഷമം. മായ ഐ എം സോറി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചതാ. ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന്. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ എനിക്കൊരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്ന സാറാ. ഓ അപ്പച്ചൻ അറിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പുകയില്. ആ പുള്ളിക്കാരന് നായരായിരുന്നു. ഈ കഥയൊക്കെ കേട്ടിട്ടും ചാർലി ചായൻ എന്നെ കെട്ടാമെന്ന് പറഞ്ഞു. ആ സാറിനെ നാട്ടിൽ നിന്ന് തല്ലി ഓടിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കല്യാണം നടന്നു. പ്രേമനൈരാശ്യവും പോരാത്തതിന് അപ്പച്ചനോടുള്ള വാശിയും എല്ലാം കൂടെ ആദ്യ രാത്രി തന്നെ ആത്മഹത്യ ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു. വിഷം കഴിക്കണോ തൂങ്ങിച്ചാവണോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ദാണ്ട ചാർലി ചായൻ അകത്തോട്ട് ഇഞ്ഞ് കയറി വരുന്നു. അയ്യോ ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് വന്നേച്ചും പറയുവാ, പ്രേസിക്കുട്ടി പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാനുണ്ട്. 45 കൊല്ലമായി കളിയും ചിരിയും കണ്ണീരും വഴക്കും ഒക്കെ ഉണ്ടായി. എന്നാലും അത് ഞാൻ തന്ന വാക്ക് പാലിച്ചു. എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. ചാർലി ചായനേക്കാൾ കൂടുതൽ ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റത്തേയില്ല. അന്ന് ഞാൻ ചെയ്യാൻ പോയ മണ്ടത്തരം ഓർക്കുമ്പോഴേ ഇപ്പോഴും എനിക്കങ്ങ് ചിരി വരും. ഇന്നേ വരെ ഇച്ചായനോട് ഞാൻ ഈ കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല.